സംസ്ഥാനത്തെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക നിയമനത്തിലുള്ള സർക്കാർ പ്രതിനിധികളുടെ സെലക്ഷൻ കമ്മിറ്റി പാനലിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ്. ഈ നടപടി കേട്ടുകേൾവിയില്ലാത്തത് നടപടിയാണ്. രാഷ്ട്രീയ സാമ്പത്തിക അഴിമതിക്ക് വകവയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അധ്യാപക നിയമന പ്രക്രിയയുടെ സുതാര്യതയും നിഷ്പക്ഷതയും തകർത്ത് സ്വന്തക്കാർക്കും പാർട്ടി അണികൾക്കും പിന്മാതിൽ നിയമനം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കമാണ് ഈ ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് മാനേജ്മെന്റ് ഗവൺമെന്റ് എഴുതും, ഇന്ന വേക്കൻസിക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് പ്രതിനിധി വേണം. അപ്പൊ അതിനൊരു ഫയൽ ഓപ്പൺ ചെയ്യും, ഗവൺമെന്റ് പ്രതിനിധി കൊടുക്കും. ഞാൻ പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല എടുക്കുമ്പോൾ 5 പ്രാവശ്യം വരെ പോവുകയാണ് ഒരു പ്രതിനിധി, 5 പ്രാവശ്യം വരെ. ഞാനത് അവസാനിപ്പിച്ചിട്ട് 2 പരമാവധി 3 എന്നുള്ള നിലയിലുള്ള ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ, വിവിധ മന്ത്രിമാരുടെ സ്റ്റാഫുകളുടെ ജൂലൈ മാസം 16 ആണ് ഇത് പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പരിഷ്കരിച്ച് ഇറക്കിയിട്ടുള്ളത്. എന്തിനാണ് മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ അധ്യാപക ഇന്റർവ്യൂ ബോർഡിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തിയെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണം. ഇന്റർവ്യൂ നമ്മുടെ മന്ത്രിയുടെ ഓഫീസിലുള്ള സ്റ്റാഫ് എന്നെല്ലാം പറഞ്ഞ രാഷ്ട്രീയപരമായി നിയമിക്കപ്പെടുന്നവരാണല്ലോ, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണല്ലോ നടത്തുന്നത്. ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് നടത്തിയവർക്ക് ഈ സ്വതന്ത്രമായി നടക്കേണ്ട ഇന്റർവ്യൂ ബോർഡിൽ എന്ത് കാര്യം മന്ത്രിമാർ വിശദീകരിക്കണം? പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിൽ ചട്ടപ്രകാരം ഡെപ്യൂട്ടി കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്ക് കുറയാത്ത ഉദ്യോഗസ്ഥരെയാണ് ഇന്റർവ്യൂവിന് പാനൽ ഉൾപ്പെടുത്തേണ്ടത്. എന്നാൽ നിലവിൽ 7 മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നുള്ള 8 സ്റ്റാഫ് അംഗങ്ങളെയാണ് വഴിവിട്ട് സെലക്ഷൻ പാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് നടത്താന്നുള്ള സ്ഥിതിയാണ്. പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ സെക്രട്ടറി എർഷാദ് MS, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ സെക്രട്ടറി H നജീബ്, എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി സ്മിത അലക്സ്, വനവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ സെക്രട്ടറി PC സാബു, ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ സെക്രട്ടറി അബ്ദുൾ മജീദ്, ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി രഞ്ജൻ RP രാജ് എന്നിവരെയാണ് പാനലിൽ ഇടം പിടിച്ച സ്റ്റാഫ് അംഗങ്ങൾ. കൂടാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അഡീഷണൽ സെക്രട്ടറി നിസാർ H, ജോയിന്റ് സെക്രട്ടറി ദിലീപ് SM എന്നീ 2 പേരെയും വിചിത്രമായ രീതിയിലാണ് പാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാനലിൽ ഉൾപ്പെട്ട പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ഭരണപരമായ തീരുമാനങ്ങളും സ്കൂൾ മാനേജ്മെന്റുകളുടെ നിയമന നടപടികളിലും സ്വാധീനം ചെലുത്തുവാനും തസ്തിക ദുരുപയോഗം ചെയ്യുവാനും സാധിക്കും. ഇത് വഴിവിട്ട നിയമനങ്ങൾക്കും വ്യാപകമായ അഴിമതിക്കും വഴിയൊരുക്കും. വിദഗ്ധരായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി രാഷ്ട്രീയ ഒത്താശ ചെയ്യുന്നവരെ പാനലിൽ ഉൾപ്പെടുത്തിയത് വരും ദിവസങ്ങളിൽ വലിയ നിയമപ്രശ്നങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും കാരണമായി മാറും. അപ്പൊ ഈ രൂപത്തിൽ ഇന്റർവ്യൂ നടത്തപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവും. സുതാര്യമായി നടത്തേണ്ട സ്കൂൾ അധ്യാപക നിയമന പ്രക്രിയയെ അഴിമതി മേളയാക്കി മാറ്റാനുള്ള ഈ നീക്കം പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള വെല്ലുവിളിയാണ്. ജൂലൈ 16 ഇറക്കിയ അനധികൃത ഉത്തരവ് എത്രയും വേഗം റദ്ദാക്കാനും, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിയമനം നടത്തേണ്ടി വന്നത്, എന്തിനും ആ കാര്യം അങ്ങനെ ചെയ്തു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട മന്ത്രിമാർ കേരളത്തോട് പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.